DHRും തേവലക്കര പഞ്ചായത്ത് കമ്മിറ്റി സംഗമം സംഘടിപ്പിച്ചു. അംബേദ്കറാണ് ശരി, ഭരണഘടനയാണ് പരിഹാരമെന്ന സന്ദേശമുയർത്തിയാണ് സംഗമം നടത്തിയത്. DHRും തേവലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഗമം നടത്തിയത്. ജനാധിപത്യ ഇന്ത്യക്ക് കരുത്തുപകരുക, ഭരണഘടനയുടെ കാവലാളാകുക എന്ന സന്ദേശമുയർത്തിയായിരുന്നു സംഗമം. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കൊല്ലം പരപ്പിന്റെ ആഴക്കടൽ ഖനനം അത് ടെൻഡറിന് വെക്കുന്ന സമയത്താണ് ഈ സെമിനാർ നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിത ദുരിതങ്ങളെ പരിഹാരം കണ്ടെത്തലല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദാനിമാരെ പോലെയുള്ള അംബാനിമാരെ പോലെയുള്ള വൻകിട മുതലാളിമാർക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ ധാതു സമ്പത്തടക്കം എല്ലാ വിഭവങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് കിട്ടാനുള്ള വിഹിതം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു വലിയ കോർപ്പറേറ്റ് ഭീമനായി ഈ സംഘപരിവാർ ഈ രാജ്യത്ത് മാറ്റുന്നു. സമ്പത്തിലൂടെ, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, സമ്പത്തിലൂടെ. പണ്ട് ബ്രിട്ടീഷുകാരൻ എന്താണോ ചെയ്തിരുന്നത്, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു കൊളോണിയൽ തന്ത്രത്തിലൂടെയാണ് ഈ നാടിനെ സംഘപരിവാർ RSS BJP നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊട്ടടുത്ത തീരപ്രദേശങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വളരെ സമര മുഖത്തേക്ക് ഈ നാട്ടിലെ തീരപ്രദേശത്തെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഈ നാട്ടിലെ മത്സ്യസമ്പത്തിനെ ആകെ ബാധിക്കുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. DHRം മണ്ഡലം പ്രസിഡന്റ് ചവറ സുരേഷ് അധ്യക്ഷത വഹിച്ചു. രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോഴും സമ്പൂർണമായ ഒരു ജനാധിപത്യ അവസ്ഥയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ ഇനി എത്തിച്ചു എന്നുള്ളതാണ്. പറഞ്ഞാലും തീരാത്തത്രയുള്ള ഒരു മഹത്തായ ഒരു മനുഷ്യൻ, ലോകരാജ്യങ്ങൾ ആദരിക്കുന്ന മഹാനായ ഒരു മനുഷ്യൻ. ഇന്ന് അത്രത്തോളം ആ ഭരണഘടനയെ അവഗണിക്കുകയും ആ ഭരണഘടന എഴുതിയ മനുഷ്യനെ ഈ മണ്ണിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത് നമ്മളെല്ലാവരും നിത്യേന പത്രമാധ്യമങ്ങളിലും മറ്റെല്ലാ മേഖലയിലും നമ്മൾ അറിയുന്നുണ്ട്. അതിൻ്റെ കുറച്ചുനാൾ മുമ്പ് കണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോലും അദ്ദേഹത്തിനെ അവഹേളിക്കുന്നു. കേരളത്തിലൊരു സാംസ്കാരിക മന്ത്രി തന്നെ പറഞ്ഞു, ഭരണഘടന കുന്തവും കുടച്ചക്രവുമാണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള പുരോഗതിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് മതത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടു മണിപ്പൂരൊക്കെ. ഭരണഘടനാ പ്രതിജ്ഞാവാചകം വിൻസി കണശ്ശേരി ചൊല്ലിക്കൊടുത്തു. ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. ഇതോടനുബന്ധിച്ച് ചികിത്സാ ധനസഹായവും നടന്നു. വിഷ്ണു, മണിക്കുട്ടൻ, പ്രദീപ്, അമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.